ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ലേ? അപ്പോൾ ഈദ് കാർഡിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ആക്കുന്നത് ക്യാൻവ ആപ്പാണ് കേട്ടോ. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ A4 ഡോക്യുമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് വരും. അതിൽ നമ്മൾ ഫസ്റ്റ് എലമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലൈൻസ് കിട്ടും കേട്ടോ. ആ ലൈൻസ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഓരോ ബോക്സ് പോലെ ഓരോ കോളംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു A4 പേപ്പറിൽ നമുക്കൊരു 9 കാർഡ്സ് കിട്ടുന്ന രീതിക്കാട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യണ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കോളംസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ലൈൻസ് ഹൊറിസോണ്ടലി ആയിട്ടും വെർട്ടിക്കലി ആയിട്ടും എല്ലാം ഈക്വൽ സൈസിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് എല്ലാ കാർഡ്സും നമുക്ക് അതേപോലെ ഈക്വൽ സൈസിൽ തന്നെ കിട്ടുക. നമ്മളിപ്പോൾ A4 പേപ്പറിലായതുകൊണ്ട് നമുക്ക് 9 തന്നെ എടുക്കാം കേട്ടോ. A3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനും ഡബിൾക്ക് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വീഡിയോകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു A4 പേപ്പറിൽ എടുക്കുന്നത് കേട്ടോ. A3 ആകുമ്പോൾ നമുക്ക് അപ്പോൾ 18 എണ്ണമൊക്കെ ഒരു പേജിൽ എടുക്കാൻ പറ്റും. പിന്നെ കാർഡ്സ് ഒക്കെ ചിലവർ ഓരോ വലുപ്പത്തിലുമാണ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് അതിലേക്കുള്ള കാർട്ടൂൺ ഇമേജസ് വേണം കേട്ടോ. അതിന് ഞാൻ ഇവിടെ യൂസ് ആക്കുന്നത് പിൻട്രസ്റ്റ് ആപ്പാണ്. അപ്പോൾ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഈദ് കാർട്ടൂൺ കിഡ്സ് എന്നാട്ടോ ഞാനിവിടെ സെർച്ച് ആക്കി കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാർട്ടൂൺ ഇമേജസ് വരും കേട്ടോ അതിൽ. പിന്നെ നമുക്ക് വേണ്ട ഇമേജസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 9 കോളംസ് ആണല്ലോ നമ്മൾ ഇപ്പോൾ ഈ കാർഡിന് വേണ്ടി ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ 9 കാർട്ടൂൺ ഇമേജസ് ഇവിടെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ക്യാൻവ ആപ്പിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ അതിൽ ഗാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് ഒക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ഇമേജസ് ഒക്കെ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കോളംസിലും വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളത് കുറച്ച് സൈഡിൽ ഗ്യാപ്പ് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ക്യാഷ് വെക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാനതിൽ ഈദ് മുബാറക്ക് എന്നുള്ള ഒരു പിക്കും കൂടെ സേവ് ആക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പൊ ഞാൻ അതും കൂടി സേവ് ആക്കിയിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മേലെ സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കാർഡിന്റെ സൈഡിലായിട്ട് നമുക്ക് കൊടുക്കുന്ന കുട്ടികളുടെ പേരൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് അവിടെ റേറ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ സൈഡിലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എലമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇങ്ങനെ കുറെ എലമെന്റ്സ് ഒക്കെ കാണാൻ പറ്റൂട്ടോ. അപ്പൊ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ക് എടുത്തിട്ട് അത് സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചെയ്ത പോലെ എല്ലാ പിക്കും അതേപോലെ നമ്മൾ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെയിം തന്നെ 9 കാർഡിനുള്ളതും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതാ നമ്മൾ അത് സേവ് ചെയ്ത് നമ്മൾ പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കോളംസ് ആക്കിയിട്ട് കൊടുത്തത്. അതാകുമ്പോൾ നമുക്ക് ആ മാർക്ക് ചെയ്ത ലൈൻസ് കൂടെ തന്നെ കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതാ വീഡിയോ കാണുന്ന പോലെ ഓരോ പിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതാ അതിൻ്റെ സൈഡിൽ ബ്ലാക്ക് കളറിൽ നമ്മളിട്ട ലൈൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് നമ്മൾ എഡ്ജും കാര്യങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് നല്ല വൃത്തിയിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈൻസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നെ ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനുള്ള കട്ടിങ് ടൈപ്പ് ബോർഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ. പിന്നെ എൻ്റെ കയ്യിൽ അതൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഈ കത്രിക വെച്ചിട്ട് തന്നെയാണ് ഞാൻ സൈഡും എഡ്ജസും കാര്യങ്ങളൊക്കെ ഷേപ്പ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ കാർഡും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് എഡ്ജസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ.
ഇനിയാണ് നമുക്ക് അടുത്ത മെയിൻ പരിപാടി ഉള്ളത് കേട്ടോ. അതായത് നമുക്ക് ക്യാഷ് വെക്കാനുള്ള ഒരു ലൈന് പോലെ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ നമ്മൾ ക്യാഷ് വെക്കുക. അപ്പം അതിനുള്ള മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാനത് കട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അടിയിൽ കട്ടിങ് ഷീറ്റൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് മാർക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ ജസ്റ്റ് നേരെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതാ നമ്മൾ ക്യാഷ് എടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് നല്ല ചെറുതാക്കിയിട്ട് തന്നെ നമ്മൾ അത് ചുരുട്ടി എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണതിൽ നമുക്ക് സൈഡ് ചിലപ്പോൾ കീറി പോവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ഈ ഹോൾ ഇടുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഹോൾ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ടൈമിൽ നമ്മൾ ക്യാഷ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പെട്ടെന്ന് അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈഡൊക്കെ കീറി പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഹോള് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിലും ക്യാഷ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തുമാണ് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാരണം അത് നമ്മളെ പേപ്പറും നല്ല പേപ്പർ നമുക്ക് പെട്ടെന്ന് കീറി വരുമല്ലോ. അതായത് നമ്മൾ അത്രയും ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് ഒന്നും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യരുത്. അപ്പൊ അതാ എല്ലാം ഞാൻ ജസ്റ്റ് അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാഷ് എല്ലാ കാർഡിലും ഇതേപോലെ ക്യാഷ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ക്യാഷ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ക്യാഷ് അതേപോലെ നമ്മൾ തിന്നായിട്ട് നല്ല ചെറുതാക്കിയിട്ട് ചുരുട്ടി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ കാർഡിന്റെ കോർണറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേവ് ആക്കിയിട്ട് 2 സൈഡായിട്ടും 4 സൈഡിലും അങ്ങനെയൊക്കെ നമുക്ക് കേവ് ആക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതാ നമ്മുടെ ഈദ് കാർഡ്സ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.